നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ എർലിംഗ് ഹാലൻഡും മാഞ്ചസ്റ്റർ സിറ്റിയും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സിറ്റിക്ക് എന്തുകൊണ്ടും പൂർണ്ണമായും സന്തോഷിക്കാവുന്ന ഒരു മത്സരമാണ്. കാരണം എർലിംഗ് ഹാലൻഡിന്റെ ഹാട്രിക്ക്, കെഡിബിയുടെ ഗോളും അസിസ്റ്റും, ഇൽക്കൈ ഗുണ്ടോഗന്റെ മടങ്ങി വരവ്, സാവിഞ്ഞോയുടെ മിന്നും പ്രകടനം, ആകെ നിരാശയുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് കൊവാസിച്ചിന് പരിക്കേറ്റു എന്നുള്ളത്. എന്തായാലും ഹാലൻഡ് കഴിഞ്ഞ 2 സീസണുകളിൽ എങ്ങനെ ഗോളടിച്ച് കൂട്ടിയോ അതിതാ പുനരാരംഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹാട്രിക് കൂടാതെ KDB ഒരു ഗോളടിച്ചു. ഇപ്സ്വിച്ച് ടൗണിനെ 4-1 തോൽപ്പിക്കുമ്പോൾ ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടിയിട്ട് ഗോളടിച്ചത് സ്മോഡിക്സ് ആയിരുന്നു. അദ്ദേഹം 7ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചുകൊണ്ട് സിറ്റിയെ ഞെട്ടിച്ചു. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കാതെ ഗോളടിച്ചു കൂട്ടുന്ന സിറ്റി 12ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് പെനാൽറ്റിയിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 14ാമത്തെ മിനിറ്റിൽ KDBയുടെ ഗോൾ പിറക്കുന്നു. തൊട്ടു പിന്നാലെ എർലിംഗ് ഹാലൻഡിന്റെ അടുത്ത ഗോളും. അങ്ങനെ 7ാമത്തെ മിനിറ്റിൽ ഒരു ഗോളിന് പുറകിൽ പോയ സിറ്റി 16 മിനിറ്റ് ആകുമ്പോഴേക്കും 3-1 മുന്നിലായി കഴിഞ്ഞിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-1 എന്ന സ്കോർ ലൈനിലായിരുന്നു മത്സരം നിന്നിരുന്നത്. ഷോട്ടുകൾ ബാറിലടിച്ചു പോയില്ല എങ്കിൽ ഇപ്സ്വിച്ച് ടൗണിന്റെ വലയിലേക്ക് വീണ്ടും ഗോളുകൾ കയറി പോയേനെ. 2ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ കൊവാസിച്ചിന് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നത് സിറ്റിക്ക് ഒരു തിരിച്ചടിയായി. പക്ഷേ പിന്നീട് മത്സരം പുരോഗമിക്കവേ ഇൽക്കൈ ഗുണ്ടോഗൻ ബാഴ്സലോണയിൽ പോയി ഇതാ തിരികെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ആരാധകരെ കൈയടിച്ചുകൊണ്ട് സ്വീകരിച്ചു. സാവിയോ മികച്ച പ്രകടനം നടത്തി. 71ാമത്തെ മിനിറ്റിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. മത്സരം പുരോഗമിക്കവേ ഒടുവിൽ 88ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് തന്റെ ഹാട്രിക്ക് പൂർത്തിയാക്കി. അങ്ങനെ 4-1 തകർപ്പൻ ജയം ഇതാ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.